എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇഫ്താറിലേക്കൊക്കെ നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോംബോ ആണ് കേട്ടോ. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ, അതും ഒട്ടും തന്നെ എണ്ണയൊന്നും കുടിക്കാതെ പൊട്ടിയും പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഒരു നെയ്പ്പത്തിലും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് കറിയാണ് കേട്ടോ. അപ്പം നമുക്കതൊന്ന് കണ്ടു നോക്കാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ആ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു നെയ്പ്പത്തിൽ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലെ പുട്ടുപൊടിയാണ് കേട്ടോ. ഇതുപോലെ നല്ല തരിതരിയായിട്ടുള്ള ഈ ഒരു പുട്ടുപൊടിയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. 250 ml കപ്പിൽ കറക്റ്റ് ഒരു കപ്പ് അളവിൽ പുട്ടുപൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ആ ഒരു പുട്ടുപൊടി നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു പുട്ടുപൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് നമ്മൾ പുട്ടുപൊടി അളന്നിട്ടെടുത്ത ഒരു സെയിം കപ്പിൽ തന്നെ 1.5 കപ്പ് അളവിൽ നല്ല തിളച്ച ചൂടുവെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ചെറു ചൂടുള്ള വെള്ളമൊന്നുമല്ല, നല്ല തിളച്ച ചൂടുവെള്ളം തന്നെ 1.5 കപ്പ് അളവിൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഇതിലേക്ക് ഞാൻ 1.5 കപ്പ് അളവിൽ ചൂടുവെള്ളവും ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇതുപോലെ ഒന്ന് അടച്ചു വെച്ച് കൊടുത്ത് ഒരു 10 മിനിറ്റ് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പോൾ അതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ഇരിക്കട്ടെ. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ തേങ്ങയാണ് കേട്ടോ വേണ്ടത്. അത് നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇതൊരു 5-6 ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളിയും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകവും ഇതൊരു 1/2 ടീസ്പൂൺ അളവിൽ നല്ല ജീരകമാണ് കേട്ടോ, ചെറിയ ജീരകം, അതും കൂടി ഇട്ട് കൊടുക്കാം. ഒരല്ലി മാത്രം വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഒരുപാട് ഇതങ്ങ് അരഞ്ഞു പോകരുത് കേട്ടോ. അരഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതുണ്ടല്ലോ, ഇതുപോലെ ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 10 മിനിറ്റോളം കഴിഞ്ഞിട്ട് നമ്മളൊരു പുട്ടുപൊടിയിലേക്ക് ഒരു ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ ചതച്ച് വെച്ചിട്ടുള്ള ഒരു തേങ്ങയുടെ ഒരു കൂട്ടിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് കുഴച്ചെടുക്കണം. ഇതുപോലെ കുഴച്ചെടുക്കുന്ന സമയത്ത് ഈ ഒരു പൊടി ഒരുപാട് കുറച്ചൊന്ന് ടൈറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരു 1-2 ടേബിൾ സ്പൂൺ കൂടെ ഒരു വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ, ഒരു ചൂടുവെള്ളം. അപ്പോൾ ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഞാനിപ്പോൾ ഇതിലേക്ക് എക്സ്ട്രാ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, ഒരു 1.5 കപ്പ് കൂടാതെ. ഇത് കണ്ടില്ല, ഈ ഒരു പരുവത്തിനാണ് കേട്ടോ നമ്മൾ മാവ് കുഴച്ചെടുക്കേണ്ടത്. ഇത് ഒരുപാടങ്ങ് കട്ടിയാകാനും പാടില്ല, എന്നാൽ ഒരുപാടങ്ങ് ലൂസായി പോവുകയും ചെയ്യരുത് ഈ ഒരു മാവ്. ഈ ഒരു സമയത്ത് ഈ ഒരു മാവിൻ്റെ ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതിലിപ്പോൾ ഉപ്പ് ഒരു കറക്റ്റ് ഒരു അളവാണ്. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ നന്നായിട്ട് ഓയിലാക്കിയതിന് ശേഷം അത്യാവശ്യം നല്ലൊരു വലിയൊരു ഉരുള ഇതുപോലെ ഒന്ന് കൈ കൊണ്ടൊന്ന് ഉരുട്ടിയിട്ടെടുക്കുക. ഒട്ടും തന്നെ വിള്ളലുകളൊന്നും ഇല്ലാതെ നന്നായിട്ട് നമ്മൾ കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കണം കേട്ടോ. ഇതുണ്ടല്ലോ, ഇതുപോലെ ഞാനൊരു ഉരുളയൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നെയ്പ്പത്തിൽ ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാം കൂടി ഇങ്ങനെ പരത്തി വെക്കുന്നത് നല്ലത്. ഓരോന്നോരോന്ന് പരത്തി നമ്മൾ അപ്പം തന്നെ ചുട്ടെടുക്കുകയാണ് കേട്ടോ നല്ലത്. പരത്തി വെക്കുമ്പോൾ ആ ഒരു മാവ് അങ്ങ് ഉണങ്ങിപ്പോയിട്ട് നമുക്ക് ചിലപ്പോൾ അത് എണ്ണ കുടിക്കാനും അത് പൊങ്ങി വരാതിരിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഉരുട്ടിയെടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ഒരു കവർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ശേഷം ഈ ഒരു മാവ് അതിലേക്ക് വെച്ചിട്ട് ഈ ഒരു കവർ ഇതുപോലെ അടച്ച് വെച്ച് കൊടുക്കുക. ഇതുപോലെ ഒരു റൗണ്ട് ഒരു പ്ലേറ്റ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പതിയൊന്ന് പ്രസ് ചെയ്ത് അമർത്തി കൊടുക്കാം. ഒരുപാട് ഇതങ്ങ് പരന്ന് പോവരുത്, ചെറിയൊരു കട്ടി ഉണ്ടായിരിക്കണം കേട്ടോ ഈ ഒരു മാവിന്. ഇത് കണ്ടില്ലേ, ഈ ഒരു കട്ടിക്ക് വേണം നമ്മൾ ഈ ഒരു മാവ് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. സൈഡൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഷേപ്പാക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് ഷേപ്പാക്കി എടുത്തതിന് ശേഷം നല്ല ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. നല്ല ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഇത് കണ്ടില്ല, ഇതുപോലെ നന്നായിട്ടൊന്ന് പൊങ്ങി വന്നതിന് ശേഷം നമുക്കൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഇത് കുക്ക് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് കണ്ടില്ല, ഇങ്ങനെ തന്നെ നമുക്ക് ഓരോന്നും പരത്തി നല്ല ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് അപ്പോൾ അങ്ങ് പൊരിച്ചിട്ട് എടുക്കാവുന്നതാണ്. ഇപ്പം നമ്മൾ അഥവാ ഇത് എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് ഇതങ്ങ് പൊങ്ങി വരുന്നില്ലെങ്കിൽ ആ ഒരു മാവിന് കുറച്ച് കട്ടി കൂടുതലായി പോയതുകൊണ്ടായിരിക്കാം. അപ്പം നമ്മൾ മാവ് അടുത്തത് പരത്തുമ്പോഴത്തേക്കും കുറച്ചും കൂടി കട്ടി കുറച്ചൊന്ന് പരത്തി നോക്കുക. ഈ ഒരു മാവ് കുറച്ച് സമയം ഇരിക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഒന്ന് ടൈറ്റ് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വന്നാൽ ഒരു 1/2 ടേബിൾ സ്പൂണൊക്കെ വീണ്ടും വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നമ്മൾ ആദ്യം ഒരു കുഴച്ചെടുത്ത ഒരു പരുവത്തിന് നമ്മൾ കറക്റ്റായിട്ടൊന്ന് ലെവലാക്കി എടുത്താൽ മതി. ലാസ്റ്റ് നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്ത് കുറച്ച് കട്ടായി പോയിട്ടുണ്ടെങ്കിൽ മാത്രം കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ല, ഇതുപോലെ എല്ലാ നെയ്പ്പത്തിലും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇതുപോലെ നെയ്പ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. നെയ്പ്പത്തലിൻ്റെ കൂടെ നിങ്ങൾക്ക് ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്ന് പറയുന്നത് ബീഫ് കറി തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് കറി ഞാൻ കാണിക്കുന്നുണ്ട്. അതിനായിട്ട് ഇതുപോലൊരു കുക്കറിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കറിയൊക്കെ നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം കേട്ടോ, എങ്കിലേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. എണ്ണയൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി ഇതുപോലെ കട്ട് ചെയ്തതും 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി തീരെ ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2-3 പച്ചമുളക് നെടുക്കെ കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കിയിട്ടെടുക്കാം.
ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ച ചുവയൊന്ന് മാറി വരുന്ന സമയത്ത് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതുപോലെ ചെറിയ ഉള്ളിയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 250 ഗ്രാം അളവിൽ ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. കുറച്ച് ഏറെ തന്നെ ഇതുപോലെ നമ്മൾ ചെറിയ ഉള്ളി തന്നെ ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ ഈ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റ്. അതുപോലെ തന്നെ ഒരു മീഡിയം വലിപ്പമുള്ള സവാളയും കൂടി ഇതുപോലെ കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇപ്പോൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി വഴറ്റിയിട്ടെടുക്കുക. ഇതുപോലെ നന്നായിട്ട് ഇളക്കി ഇത് അത്യാവശ്യം ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ അളവിൽ നല്ല എരിവുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊരു 2 ടീസ്പൂൺ അളവിൽ മീറ്റ് മസാലയാണ് കേട്ടോ. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയിട്ടെടുക്കുക. പൊടികളുടെ ഒരു പച്ചച്ചൊവയൊന്ന് മാറി വരുന്നതിന് വരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം കൂടി ഒഴിച്ചൊന്ന് ഇളക്കിയിട്ടെടുക്കുകയാണ്. നന്നായിട്ട് ഇതുപോലെ ഇളക്കിയെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതുപോലെ ബീഫാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കിലോ ബീഫാണ് ഇട്ട് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു 4-5 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ കൊത്തും കൂടി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ബീഫ് ചേർത്തൊരു 2-3 മിനിറ്റോളം നമ്മൾ ഇളക്കിയെടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നിങ്ങൾക്ക് അത്യാവശ്യം ചെറിയൊരു ചാറ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. കുറച്ചൊരു ചാറ് മാത്രം മതി എന്നുണ്ടെങ്കിൽ വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ബീഫിനകത്തു നിന്ന് തന്നെ അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഇറങ്ങിക്കോളും. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ചാറായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു 1/2 കപ്പ് അളവിൽ ഇളം ചൂടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മളൊരു സവാള വഴറ്റിയ സമയത്ത് മാത്രമേ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്കിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കിയെടുത്തതിന് ശേഷം ഇനി നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുക്കണം. അപ്പോൾ ഓരോ സ്ഥലങ്ങളിലും ബീഫിൻ്റെ ഒരു വേവ് പലതായിരിക്കും. എനിക്കിപ്പോൾ ഇവിടെ ഒരു 5 വിസിലൊക്കെ ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഒരു ബീഫിൻ്റെ ഒരു വേവ് അനുസരിച്ച് വിസിലടിച്ച് നമ്മളിത് വേവിച്ചിട്ടെടുക്കുക. അപ്പോൾ ഒരു 5 വിസിലടിച്ച് അതിൻ്റെ ആവി പൂർണ്ണമായിട്ടും പോയതിന് ശേഷം ഇതുപോലെ നമുക്കൊന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയിട്ടെടുക്കുക. ഇനി ഇതുപോലെ ഒരു പാനിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ ചെറിയ ഉള്ളി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ടെടുക്കുക. കുറച്ചേറെ തന്നെ കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് നമ്മൾ മൂപ്പിച്ചിട്ടെടുക്കുക കേട്ടോ. ഇതുപോലെ നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമ്മുടെ ഒരു ബീഫ് കറി ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നമുക്കിത് ഇളക്കിയിട്ടൊന്ന് ചൂടാക്കിയിട്ടെടുക്കാം. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇതിലിപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണ്. ഒരു 1-2 മിനിറ്റ് കൂടി നമ്മൾ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. അപ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് രണ്ടും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.